ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ മാസം 12-ാം തീയതി ശനിയാഴ്ച. തപസ് കാലത്തിലെ ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോയിനെ വധിക്കുവാനായിട്ട് ആലോചിക്കുന്ന രംഗമാണ് നാം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ശ്രവിക്കുക. ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഈശോ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് യഹൂദരുടെ ഇടയിൽ ഈശോയെ വധിക്കാനായിട്ടുള്ള ആലോചന നടത്തുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇന്നത്തെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ പ്രധാന പുരോഹിതനായ കയ്യഫാസ് യഹൂദരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അത് പ്രധാന പുരോഹിതനായ കയ്യഫാസ് സ്വന്തമായി പറഞ്ഞതല്ല, അതൊരു പ്രവചനമായിരുന്നു. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിന് വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതനായ കയ്യഫാസ് പ്രവചിക്കുകയായിരുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോയ്ക്ക് എന്ത് സംഭവിക്കും എന്നത് നേരത്തെ മുൻകൂട്ടി ഒരുക്കി വച്ചിട്ടുള്ള കാര്യമാണ്. അതിതാ പ്രധാന പുരോഹിതനായ കയ്യഫാസ് തൻ്റെ അധരത്തിലൂടെ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കയ്യഫാസ് പറയുകയാണ്. കയ്യഫാസ് ഇതെന്ന് പറഞ്ഞോ അന്നു മുതൽ യേശുവിനെ വധിക്കുവാൻ യഹൂദർ ആലോചിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, കർത്താവ് ദൈവപുത്രനാണെന്ന് ആഴമായി വിശ്വസിക്കുക. ഈശോ ദൈവപുത്രനാണ്, ദൈവസ്വഭാവം മനുഷ്യ സ്വഭാവം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. ഈശോ സ്വർഗത്തിൽ നിന്ന് നമ്മെ ഇറങ്ങി വന്ന് രക്ഷിക്കാൻ വന്ന ഈശോയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് മരിക്കുവാൻ ഈശോ വന്നു. ഈശോ പിതാവായ ദൈവം എന്താഗ്രഹിച്ചോ അത് സ്വയം ഏറ്റെടുക്കുകയും ആത്മാവിൽ പ്രേരിതനായി നമുക്ക് വേണ്ടി, മനുഷ്യമക്കളായ നമുക്ക് വേണ്ടി ഈശോ ഇല്ലാതാകുന്നു. അങ്ങനെ ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു വലിയ മാതൃക ഈശോ കാണിച്ചു തരികയാണ് തൻ്റെ ജീവിതത്തിലൂടെ. വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ടൊരുങ്ങുന്ന നമുക്ക് കർത്താവിൻ്റെ ഈ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങൾ ആഴമായി ചിന്തിക്കാൻ, അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഈശോയെ മനസ്സിലാക്കാൻ നമുക്ക് ഇടവരട്ടെ. ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് ഈശോ അതീവ ദുഃഖത്തിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നാം കാണുക. ഓശാന ഞായറാഴ്ച ആരൊക്കെ ആർപ്പ് വിളിച്ചോ, ഈശോയ്ക്ക് വേണ്ടി ആരൊക്കെ ജയ് വിളിച്ചോ, അവരൊക്കെ തന്നെയാണ് ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.